ഇന്നിപ്പോ പോകുമ്പോഴേ മന്നവന്നൂര് വില്ലേജിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതായത് ഇന്നലെ പോയിരുന്ന റിസോർട്ടില്ല, നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത ഫ്രണ്ട്സ്. അപ്പൊ അവരുടെ അടുത്തേക്ക് ഒന്നും കൂടെ പോവാ, പോയിട്ട് അവിടെയുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. രാത്രി ആയതുകൊണ്ട് ഇവിടെ ഒന്നും കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ സമയമായതുകൊണ്ട് കുഴപ്പമില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ ഗ്രാമം, മന്നവന്നൂര് ഗ്രാമം എന്ന് പറയുന്നത്. ഏത് വില്ലേജ്? ഇവിടെയും നല്ല വ്യൂസ് ആട്ടാ. നമ്മളിവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വന്നിട്ടേ ഇത് മോൾ ഭാഗം കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മളവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഈ കാണുന്ന ആ ബിൽഡിങ് കാണിച്ചെന്നില്ലേ, ആ ബിൽഡിങ് ഇതിൻ്റെ താഴെയാണ് ഇപ്പോൾ നിലവിൽ അവിടെ ഉള്ളത്. അപ്പോൾ നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കി നോക്കാം റൂമും കാര്യങ്ങളൊക്കെ. ഇന്നലെ രാത്രി വന്നിട്ടൊന്നും പോകാൻ പറ്റിയില്ല അവിടേക്കൊന്നും. പോയി നോക്കട്ടെ. അപ്പോൾ നമുക്ക് വരുമ്പോൾ നല്ല വ്യൂസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പോയിട്ട് റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ. ഇവിടെ ഓൾറെഡി ആൾക്കാരുണ്ട്. ഇതാണ് ഇവിടുത്തെ റൂം. കുഴപ്പമൊന്നുമില്ല, രണ്ടുപേർക്കൊക്കെ സുഖമായിട്ട് ഇവിടെ കിടക്കാം. ഇവിടെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഴപ്പമില്ലാത്ത നമുക്ക് ജസ്റ്റ് സ്റ്റേ ചെയ്യേണ്ട കാര്യമല്ലേ ഉള്ളൂ രാത്രിയിൽ. നീറ്റുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നല്ല വ്യൂസ് ആട്ടാ. കണ്ട വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വ്യൂസ് മനോഹര. ഇവിടെ പിന്നെ രാത്രിക്ക് സെക്യൂരിറ്റി കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് 2 പട്ടിക്കുട്ടന്മാരൊക്കെ ഉണ്ട്. ഒരു പിറ്റ് ബുള്ളുണ്ട് കേട്ടോ അതിൽ. പക്ഷേ കുഴപ്പമൊന്നുമില്ല, ഓണർമാരുണ്ടെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കണതിനൊന്നൊരു കുഴപ്പമൊന്നുമില്ല. നല്ല കമ്പനിയാണ്. ആ സമയത്ത് ഒറ്റയ്ക്ക് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരി പ്രശ്നമാണ്. എന്തായാലും ഇവിടെ നിന്ന് പോട്ടെ. ഇനിയിപ്പോൾ ഫ്രണ്ട് വിളിച്ചിട്ടുണ്ട്, അപ്പോൾ അവരുടെ വീട്ടിലേക്കൊന്ന് ചെല്ലാൻ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങോട്ടൊന്ന് പോട്ടെ. ഇതൊക്കെ ഇവിടുത്തെ ചെറിയ കുഞ്ഞു റിസോർട്ടുകളാട്ടാ. ഇവിടുന്ന് താഴത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ അവൻ്റെ വീട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കണത്. ഫുള്ള് വ്യൂ ഇതാ. അപ്പോൾ ഇതാണ് ശരിക്കുള്ള മന്നവന്നൂർ വില്ലേജ്. ഞങ്ങളിപ്പോൾ ഒരു പോയിന്റിൽ നിൽക്കണം, അവിടെ നിന്നാണ് ഇത് നോക്കുന്നത്. കണ്ട നല്ല വ്യൂ അവിടെ, മൊത്തം കോട, ഫുള്ള് കോടയാട്ടാ. അത് കാരണം മൊത്തം കോട കയറി വരുന്നുണ്ട് ഇങ്ങോട്ട്. നമ്മൾ വന്ന വഴി ആ കോട കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു
ചാറ്റൽ മഴയുണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിൽ ചാറ്റൽ മഴയുണ്ട്. തണുപ്പ് പക്ഷെ ഇപ്പോ അങ്ങനെ വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല. ഞങ്ങൾ നൈസായിട്ടൊന്ന് ഇതിന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ചെറിയൊരു കാട്ടുപോത്തിനെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു കാട്ടുപോത്തുണ്ട്. ഇങ്ങോട്ട് തന്നെ നോക്കിയിരിക്കുക, എന്തെങ്കിലും അറ്റാക്ക് ചെയ്യോ ഒന്നറിയില്ല. നോക്കിയിരിക്കുന്നുണ്ട്, ഓടി വരുന്നൊന്നും അറിയില്ല. എന്തായാലും പതുക്കെ ഇവിടെ നിന്ന് പോവാനുള്ള പരിപാടി നോക്കാം. കണ്ടിട്ട് അങ്ങനെ വലിയ ഡേഞ്ചർ പോലെ തോന്നുന്നില്ല, പക്ഷെ അങ്ങനെ നിൽക്കുന്നുണ്ട്. നോക്കട്ടെ, എന്തായാലും ഞങ്ങൾ പോട്ടെ, അല്ലെങ്കിൽ പണി കിട്ടും. ഇവിടെ ഞങ്ങൾ ഇറങ്ങി പോട്ടുണ്ട്. പൂക്കല്ലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ഇങ്ങനെ ചെടികളൊക്കെ ഉണ്ട്. ഒരു വൈറ്റ് കളറൊക്കെ ഉണ്ട് അതിനകത്ത്. നിങ്ങൾക്ക് കാണുമെന്നുള്ളത് എനിക്കറിയില്ല. ഇതവിടെയും കാണാം വൈറ്റ് കളറിൽ, അലിയൊക്കെ വൈറ്റ് കളറ്. ഇതെന്താ സംഭവം എന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയണോ ഒരു വല്ലവരും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടട്ടാ. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഡ്രൈവ് ചെയ്ത് വന്നിട്ട് ഇപ്പോൾ അവിടെ പൂക്കൽ ലേക്കിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടാ. അതെ, കൂടി ഉണ്ടായിരുന്ന ഒരുത്ത എന്തേ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വണ്ടിയിൽ. അവിടെ എത്തിയിട്ടുണ്ട്. അടാ അങ്ങോട്ട് കിട്ടോ, ആ ചായ കടയിലേക്ക് പോക്കോ. അപ്പോൾ പൂക്കൽ ലേക്ക് അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ നിലവിലുള്ള അവസ്ഥ. പൂക്കൽ ലേക്കിൻ്റെ ഭാഗങ്ങളൊക്കെ ഇവിടെ എനിക്ക് അത്രയും വലിയ തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ല, അവിടുത്തെ പോലത്തെ തണുപ്പൊന്നുമില്ല. കാരണം പൂണ്ടിയിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. ഇവിടെ പക്ഷെ ആ ഒരു തണുപ്പും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. നല്ല വ്യൂ ഒക്കെ എനിക്ക് തോന്നുന്നത് ഇവിടെയൊക്കെ കോട ഇറങ്ങി വരുമ്പോൾ ഇത്തിരി കൂടെ നല്ല ഭംഗിയിൽ വീഡിയോ ഒക്കെ കിട്ടും തോന്നുന്നുണ്ട് കേട്ടോ. അതേപോലത്തെ ഒരു നല്ലൊരു ഇതാ.